സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് മൂന്ന് അച്ഛന്മാരാണ് കയറി വന്നിട്ടുള്ളത്. പള്ളിയിലച്ഛനല്ല, സ്വന്തം അച്ഛന്മാര്. അതായത് സിജോയുടെ, പിന്നെ നോറയുടെ, പിന്നെ നമ്മുടെ അഭിഷേകയുടെ അച്ഛൻ. അപ്പൊ ഇങ്ങനെ മൂന്ന് അച്ഛന്മാരും കയറി വന്നിട്ടുണ്ട്. അപ്പൊ വെടിക്കെട്ടായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ പ്രധാനമായിട്ട് എടുത്തു പറയണമെങ്കിൽ നമ്മുടെ സിജോയുടെ അച്ഛൻ ഇതൊരു മിമിക്രി ചെയ്തുകൊണ്ട് പോന്നടാവ വിഷയ സാധനം അങ്ങനെ പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. അതായത് എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും മൊത്തം പുഞ്ചിരി തൂകി നിൽക്കുന്നുണ്ട്. അമ്മാതിരി നല്ലൊരു വിഷയം സാധനമാണ് ചെയ്തത്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ബോറൊന്നും അടിച്ചില്ല, നല്ല രസമുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അഭിഷേകിനോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടൻ ആരാണ്, ദേഷ്യക്കാരൻ ആരാണ് എന്ന ആ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോ അനിയത്തി ആയിക്കോട്ടെ, നമ്മുടെ അഭിഷേക് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, പൊന്തിച്ചത് അച്ഛൻ തന്നെയാണ്. അപ്പൊ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യക്കാരൻ വീട്ടിൽ വെച്ച് തന്നെ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അഭിഷേക് റിയൽ ആയിട്ടുള്ള അഭിഷേക് തന്നെയാണ്. വീട്ടിൽ ഇതേപോലെ തന്നെ പാവം പോലെ തന്നെയാണ്, ബിഗ് ബോസ് വീട്ടിലും പാവം പോലെ തന്നെ ഒരാവശ്യമില്ലാണ്ട് ചൂടാവുന്ന ടൈപ്പ് ക്യാരക്ടർ അല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂടാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് അച്ഛനും പറയുന്നത്, അനിയത്തിയും പറയുന്നത്. അതേപോലെ തന്നെ സിജോയുടെ അച്ഛൻ ചെയ്ത് മിമിക്രി കണ്ടിട്ട് നമ്മുടെ അപ്സര ഇങ്ങനെ വായ പൊളിച്ചിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അടുക്കളയിൽ നന്നായിട്ട് പണിയെടുക്കുന്നത് ആരാണ്? മൂന്ന് പേരുടെ ഫാമിലിനോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിഷേകയുടെ ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ ആരും തന്നെ ഇല്ല എന്നാണ് ബോർഡ് പൊന്തിച്ച് കാണിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ സിജോയുടെ ഫാമിലിയിലോട്ട് നോക്കുകയാണെങ്കിൽ സിജോ ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്, അച്ഛനും ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് സഹായിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. നോറയുടെ ഫാമിലി നോറ സഹായിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത്, ഹൈജീൻ ഉള്ളത്, പിന്നെ നമ്മുടെ വിശ്വസിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ ട്രസ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടാസ്ക് ഒരു ഫൺ രീതിയിൽ എടുത്ത് എല്ലാവരും എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിജോയുടെ ലൈഫ് സ്റ്റോറിനെ കുറിച്ച് പറയുന്ന ഒരു ടാസ്ക് ആട്ടോ നടക്കുന്നത്.